Welcome to Technical Education Series program on Embedded Systems. This is the fourth session on AVR microcontrollers. In this session, we are dealing with the memory structure of Atmega 32. Memory structure of Atmega 32. Atmega 32 മൈക്രോകൺട്രോളറിൽ ഉൾപ്പെടുന്ന മെമ്മറി സംവിധാനത്തെ മൂന്ന് ഭാഗമായി കാണാവുന്നതാണ്. പ്രോഗ്രാം മെമ്മറി, ഫ്ലാഷ് EEPROM, ഡാറ്റ മെമ്മറി SRAM, ഡാറ്റ മെമ്മറി EEPROM. ഇവിടെ 16 ബിറ്റ്സ് വിഡ്ത്തിലുള്ള 32 KB ഫ്ലാഷ് EEPROM പ്രോഗ്രാം കോഡ് സ്റ്റോർ ചെയ്യുന്നതിനും 8 ബിറ്റ്സ് വിഡ്ത്തിലുള്ള 2 KB SRAM മെമ്മറി ഡാറ്റ സ്റ്റോർ ചെയ്യുന്നതിനും 8 ബിറ്റ് വിഡ്ത്തിലുള്ള 1 KB EEPROM സ്ഥിരമായി സൂക്ഷിക്കേണ്ട ഡാറ്റ സ്റ്റോർ ചെയ്യുന്നതിനും ഒരുക്കിയിട്ടുള്ളതാണ്. Atmega 32 consists of 3 different memory sections as 32 KB 16-bit on-chip flash EEPROM memory for program storage, 2 KB 8 bits on-chip SRAM for data storage, and 1 KB 8 bits EEPROM for permanent data storage. Program memory. ഒരു സിസ്റ്റത്തിൽ നിലനിർത്തിക്കൊണ്ട് തന്നെ ആവർത്തിച്ച് പ്രോഗ്രാം ചെയ്യുന്നതിന് സാധിക്കുന്ന ഫ്ലാഷ് EEPROM ടൈപ്പ് മെമ്മറിയാണ് ഇവിടെ പ്രോഗ്രാം മെമ്മറിയായി ഉപയോഗിച്ചിരിക്കുന്നത്. Atmega 32 മൈക്രോകൺട്രോളറിൽ 16 ബിറ്റ് വിഡ്ത്തിലുള്ള 32 KB ഫ്ലാഷ് മെമ്മറി സജ്ജമാക്കിയിട്ടുണ്ട്. The Atmega 32 contains 32 kilobytes on-chip in-system reprogrammable flash memory for program storage. ഇവിടെ 32 KB ഫ്ലാഷ് മെമ്മറി 30 KB അളവിലുള്ള ആപ്ലിക്കേഷൻ സെക്ഷൻ, 2 KB അളവിലുള്ള ബൂട്ട് ലോഡർ സെക്ഷൻ എന്നിങ്ങനെ രണ്ടായി വിഭജിച്ചിട്ടുണ്ട്. Flash program memory space is divided into 2 sections, application section of 30 KB and boot loader section of 2 KB. ഇതിൽ ആപ്ലിക്കേഷൻ സെക്ഷൻ മെയിൻ പ്രോഗ്രാം കോഡ് ലോഡ് ചെയ്യുന്നതിനും ബൂട്ട് ലോഡർ സെക്ഷൻ ബൂട്ട് ലോഡർ പ്രോഗ്രാം കോഡ് സ്റ്റോർ ചെയ്യുന്നതിനും ഉപയോഗിക്കുന്നതാണ്. Application section is the area to write the main program code and bootloader section is the area to write the bootloader program code for the microcontroller. ഇവിടെ bootloader program എന്നത് മൈക്രോകൺട്രോളർ ഇനീഷ്യലൈസ് ചെയ്യുന്നതോടെ മെയിൻ പ്രോഗ്രാം എക്സിക്യൂഷൻ നടക്കുന്നതിന് മുമ്പേ എക്സിക്യൂട്ട് ചെയ്യപ്പെടുന്ന ഒരു പ്രോഗ്രാമാണ്. ഒരു പ്രത്യേക പ്രോഗ്രാമർ ഉപകരണത്തിന്റെ സഹായം കൂടാതെ മെയിൻ പ്രോഗ്രാം കോഡുകൾ മൈക്രോകൺട്രോളറിന്റെ ലഭ്യമായ ഒരു സീരിയൽ കമ്മ്യൂണിക്കേഷൻ മാർഗം ഉപയോഗിച്ച് പ്രോഗ്രാം മെമ്മറിയിലേക്ക് നേരിട്ട് ലോഡ് ചെയ്യാൻ സൗകര്യമൊരുക്കുക എന്നതാണ് ബൂട്ട് ലോഡർ പ്രോഗ്രാമിന്റെ ഉദ്ദേശം. ഇവിടെ USART, USB, CAN, SPI തുടങ്ങിയ ഏതെങ്കിലും സീരിയൽ കമ്മ്യൂണിക്കേഷൻ സംവിധാനത്തിലൂടെ പ്രോഗ്രാം കോഡുകൾ സ്വീകരിക്കുകയും അത് പ്രോഗ്രാം മെമ്മറിയിലെ ആപ്ലിക്കേഷൻ സെക്ഷനിൽ ലോഡ് ചെയ്യുകയും ചെയ്യുന്നു. A bootloader is the first program which executes before the main program whenever a system is initialized. It is an application to empower a controller with self-burning capabilities without using a separate programmer. It receives program codes externally via some communication means like USB, USART, CAN, SPI,
and writes that information to the application section of the program memory. Data memory SRAM. Atmega microcontroller താൽക്കാലികമായി ഡാറ്റ സ്റ്റോർ ചെയ്യുന്നതിനായി 8 ബിറ്റ് വിഡ്ത്തിലുള്ള 2144 ബൈറ്റ്സ് ഓൺ ചിപ്പ് ഡാറ്റ മെമ്മറി ലഭ്യമാണ്. ഇതിനെ ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ്, IO മെമ്മറി, ഇന്റേണൽ SRAM എന്നിങ്ങനെ 3 ഭാഗമായി തിരിച്ചിട്ടുണ്ട്. The data memory available in Atmega 32 microcontroller is 2144 bytes. It is composed of 3 parts: 1 GPRS general purpose registers, IO memory, internal SRAM. ഇവിടെ ആദ്യത്തെ അഡ്രസ് 00 മുതൽ 01F വരെയുള്ള 32 ബൈറ്റ്സ് ഭാഗം ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സും, തുടർന്ന് വരുന്ന അഡ്രസ് 0020 മുതൽ 005F വരെയുള്ള 64 ബൈറ്റ്സ് ഭാഗം IO മെമ്മറിയും, ശേഷമുള്ള അഡ്രസ് 0060 മുതൽ 085F വരെയുള്ള ഭാഗം ഇന്റേണൽ SRAM എന്നിങ്ങനെയാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. അതായത് ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ് 32 ബൈറ്റ്സ്, അഡ്രസ് 0002 001F. IO memory space 64 bytes, address from 00202 to 005F. Internal SRAM 2048 bytes, address from 00602 to 085F. Total 2144 bytes, address from 002 085F. General Purpose Registers. ഡാറ്റ പ്രോസസ്സിംഗ് സംവിധാനം കൂടുതൽ എളുപ്പമാക്കുന്നതിന് വേണ്ടി അറ്റ്മഗ 32 മൈക്രോ കൺട്രോളറിൽ 32 ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ് സജ്ജമാക്കിയിട്ടുണ്ട്. ഡാറ്റ മെമ്മറി സ്പേസിലെ തുടക്കത്തിലുള്ള 32 ബൈറ്റുകളാണ് ജനറൽ പർപ്പസ് രജിസ്റ്ററുകളായിട്ട് സജ്ജീകരിച്ചിട്ടുള്ളത്. അതിനാൽ ഇവയുടെ അഡ്രസ് 000 മുതൽ 01F വരെ ആയിരിക്കും. R0 to R31 എന്ന രീതിയിലാണ് ഈ രജിസ്റ്ററുകൾക്ക് പേരുകൾ നൽകിയിരിക്കുന്നത്. That is, in AVR there are 32 R0 through R31 general purpose registers. These registers are located in the lowest location of the data memory and take address location from 000 to 001F in the data memory space. These registers are named R0 through R31. ഇവിടെ ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സിന്റെ അവസാന ഭാഗത്ത് വരുന്ന R26, R27 എന്നിവ കൂട്ടിച്ചേർത്ത് X എന്ന പേരിലും, R28, R29 എന്നിവ കൂട്ടിച്ചേർത്ത് Y എന്ന പേരിലും, R30, R31 എന്നിവ കൂട്ടിച്ചേർത്ത് Z എന്ന പേരിലും 3 16 ബിറ്റ് വിഡ്ത്തിലുള്ള രജിസ്റ്ററുകൾ രൂപപ്പെടുത്തി ഡാറ്റ മെമ്മറി പോയിന്ററുകളായും ഉപയോഗിക്കുന്നുണ്ട്. അറ്റ്മഗ 32 മൈക്രോ കൺട്രോളറിലെ എല്ലാ ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സും അരിത്തമെറ്റിക് ലോജിക് ഓപ്പറേഷൻ നടത്തുന്നതിനും റിസൾട്ട് സ്റ്റോർ ചെയ്യുന്നതിനും മറ്റ് മൈക്രോ കൺട്രോളറിൽ അക്യൂമുലേറ്റർ ഫംഗ്ഷൻ ചെയ്യുന്നത് പോലെ അതേ രീതിയിൽ പ്രവർത്തിക്കുന്നതിനും സാധിക്കുന്നവയാണ്. The general purpose registers in the AVR can be used by all arithmetic and logic instructions. Thus, each general purpose registers in AVR can perform the same function as accumulator in the other microcontroller. IO memory SFRs. 8051 മൈക്രോകൺട്രോളറിൽ സ്പെഷ്യൽ ഫംഗ്ഷൻ രജിസ്റ്ററുകളെ കുറിച്ച് നിങ്ങൾക്കറിയാവുന്നതാണ്. അതിൽ സമാനമായി
AVR മൈക്രോ കൺട്രോളറിൽ ഒരുക്കിയിരിക്കുന്ന സംവിധാനമാണ് IO മെമ്മറി. സ്റ്റാറ്റസ് രജിസ്റ്റർ, ടൈമർ, സീരിയൽ കമ്മ്യൂണിക്കേഷൻ, IO പോർട്ട്, ADC തുടങ്ങിയ ചില പ്രത്യേക ആവശ്യങ്ങൾക്ക് വേണ്ടി മാറ്റി നിർത്തിയ 8 ബിറ്റ് വിഡ്ത്തിലുള്ള ഒരു കൂട്ടം രജിസ്റ്ററുകൾ ഉൾക്കൊള്ളുന്ന ഡാറ്റ മെമ്മറിയിലെ ഭാഗമാണ് IO മെമ്മറി. IO memory in AVR is similar to special function registers SFR in other microcontrollers. This area is a collection of registers to perform specific functions such as status register, timer, serial communication, IO port, ADC and so on. All registers of AVR IO memory are of 8-bit width. ഇവിടെ ജനറൽ പർപ്പസ് രജിസ്റ്ററിനോട് ചേർന്ന് വരുന്ന അഡ്രസ് 0020 മുതൽ 005F വരെയുള്ള 64 ബൈറ്റ് ഭാഗമാണ് IO മെമ്മറി സ്പേസ്. ഈ ഭാഗത്തെ സ്റ്റാൻഡേർഡ് IO മെമ്മറി സ്പേസ് എന്നും വിളിക്കാവുന്നതാണ്. Atmega 32 has 64 bytes of IO memory locations. This 64-byte section is called standard IO memory. IO memory ഉൾപ്പെടുന്ന ഓരോ ബൈറ്റിനെയും SR മെമ്മറിയുടെ ഭാഗം എന്ന നിലക്കും IO മെമ്മറിയുടെ ഭാഗം എന്ന നിലക്കും ആക്സസ് ചെയ്യാവുന്നതാണ്. SRAM എന്ന നിലയ്ക്ക് ആക്സസ് ചെയ്യുമ്പോൾ 0020 മുതൽ 005F വരെയുള്ള അഡ്രസ്സും IO മെമ്മറി എന്ന നിലയിൽ ആക്സസ് ചെയ്യുമ്പോൾ IO മെമ്മറിക്ക് പ്രത്യേകമായി നൽകിയിട്ടുള്ള 00 മുതൽ 3F വരെയുള്ള അഡ്രസ്സും ഉപയോഗിക്കേണ്ടതാണ്. IO memory locations can be accessed in two ways, as SRAM as well as IO registers. While accessing as SRAM, the address are beyond 2025F. And as IO registers, the address starts at 002-3F. Next, internal data SRAM. പവർ ഓഫ് ചെയ്യുന്നതോടെ അതിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഡേറ്റ നഷ്ടപ്പെടുന്ന വോളറ്റൈൽ രൂപത്തിലുള്ള മെമ്മറി സംവിധാനമാണ് SRAM. ഒരു താൽക്കാലിക ഡേറ്റ സ്റ്റോറേജ് എന്ന രീതിയിലാണ് ഇത് ഉപയോഗിക്കപ്പെടുന്നത്. ഈ മെമ്മറി സംവിധാനത്തെ സ്ക്രാച്ച് പാഡ് എന്നും വിളിക്കാവുന്നതാണ്. Atmega 32 മൈക്രോ കൺട്രോളറിൽ 8 ബിറ്റ്സ് വിഡ്ത്തിലുള്ള 2048 ബൈറ്റ്സ് SRAM മെമ്മറി ലഭ്യമാണ്. ഡാറ്റ മെമ്മറി സ്പേസിൽ IO മെമ്മറിക്ക് ശേഷം വരുന്ന 0060 അഡ്രസ് മുതൽ 085F അഡ്രസ് വരെയുള്ള ഭാഗമാണ് ഇന്റേണൽ SRAM എന്ന പേരിൽ സജ്ജീകരിച്ചിരിക്കുന്നത്. പ്രത്യേകം പേരുകൾ നൽകാത്തതുകൊണ്ട് SRAM മെമ്മറി ഭാഗത്തുള്ള ഓരോ ബൈറ്റിനെയും അതിന്റെ മെമ്മറി അഡ്രസ് വഴിയാണ് ആക്സസ് ചെയ്യപ്പെടുന്നത്. SRAM is a volatile memory and is used for temporary data storage. Internal data RAM is also called scratch pad. Atmega 32 has 2048 SRAM bytes located from the address 0060 to 085F. Each location of this section is 8-bit wide and can be accessed directly via their memory address as they do not have special names. EEPROM, electrically erasable programmable read-only memory. പവർ ഓഫ് ചെയ്ത അവസ്ഥയിലും സ്റ്റോർ ചെയ്ത ഡേറ്റ നിലനിൽക്കുന്ന വോളറ്റൈൽ രൂപത്തിലുള്ള മെമ്മറി സംവിധാനമാണ് EEPROM. മൈക്രോ കൺട്രോളറിൽ മറ്റ് മെമ്മറി ഭാഗത്തോട് കൂട്ടിച്ചേർക്കാത്ത രീതിയിൽ ഒരു പ്രത്യേക ഭാഗമായിട്ടാണ് EEPROM മെമ്മറി സജ്ജീകരിച്ചിട്ടുള്ളത്. Atmega 32 മൈക്രോ കൺട്രോളറിൽ 8 ബിറ്റ്സ് വിഡ്ത്തിലുള്ള 1 KB EEPROM മെമ്മറി സജ്ജമാക്കിയിട്ടുണ്ട്.
EEPROM മെമ്മറിയിൽ ഓരോ ബൈറ്റ് എന്ന രൂപത്തിൽ ഡാറ്റ റീഡ് ചെയ്യുന്നതിനും റൈറ്റ് ചെയ്യുന്നതിനും സാധിക്കുന്നതാണ്. തുടർന്നുള്ള ആവശ്യങ്ങൾക്കായി സ്ഥിരമായി സൂക്ഷിച്ചു വെക്കേണ്ട ഡാറ്റ, ഡിവൈസ് പാരാമീറ്ററുകൾ, വേരിയബിൾ വാല്യൂസ്, സിസ്റ്റം കോൺഫിഗറേഷൻ വാല്യൂസ് തുടങ്ങിയവ സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടിയാണ് EEPROM മെമ്മറി ഉപയോഗിച്ചു വരുന്നത്. EEPROM is a non-volatile memory. It is organized as separate data space. Atmega 32 contains 1 kilobyte of data EEPROM in which data can be read and written as single byte. EEPROM is used for storing data like device parameters, values of certain variables, and configuration of the system. SRAM വേഴ്സസ് EEPROM. ഇവിടെ SRAM മെമ്മറിയും EEPROM മെമ്മറിയും തമ്മിലുള്ള ഒരു കമ്പാരിസൺ ആണ് ഉദ്ദേശിക്കുന്നത്. മൈക്രോ കൺട്രോളറിലും മൈക്രോ പ്രോസസ്സറിലും ഡാറ്റയും മറ്റ് വേരിയബിൾസും സൂക്ഷിക്കുന്നതിന് വേണ്ടി SRAM മെമ്മറിയും EEPROM മെമ്മറിയും ഉപയോഗിച്ചു വരുന്നുണ്ട്. എന്നാൽ SRAM മെമ്മറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന ഡാറ്റ അതിലേക്ക് നൽകിയിരിക്കുന്ന പവർ ഓഫ് ചെയ്യുന്നതോടെ നഷ്ടപ്പെടുന്നതായിരിക്കും. അതിനാൽ SRAM മെമ്മറി ഉപയോഗിക്കുന്നത് താൽക്കാലികമായി ഡാറ്റ സൂക്ഷിക്കുന്നതിന് വേണ്ടിയാണ്. എന്നാൽ EEPROM മെമ്മറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന ഡാറ്റ പവർ ഓഫ് ചെയ്ത അവസ്ഥയിലും നിലനിൽക്കുന്നതും ആവശ്യം വരുമ്പോൾ വീണ്ടെടുക്കാൻ സാധിക്കുന്നതുമാണ്. അതിനാൽ തുടർന്നുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള ഡാറ്റ സ്ഥിരമായി സൂക്ഷിക്കുന്നതിന് വേണ്ടിയാണ് EEPROM ഉപയോഗിക്കുന്നത്. In microcontrollers and processors, both SRAM and EEPROM is used to store data and parameters. Here the data stored in SRAM will lose when power is switched off. Therefore, SRAM is used for storing data and parameters temporarily. The data stored in EEPROM should not lose when power is off, and it is used to store data permanently for future use. AVR സ്റ്റാറ്റസ് രജിസ്റ്റർ മൈക്രോകൺട്രോളറിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രോസസ്സിംഗ് പ്രവർത്തനത്തിന്റെ കറണ്ട് സ്റ്റാറ്റസ് സൂചനകൾ നൽകുന്നതിന് വേണ്ടി സജ്ജമാക്കിയിട്ടുള്ള ഒരു പ്രത്യേക രജിസ്റ്ററാണ് സ്റ്റാറ്റസ് രജിസ്റ്റർ. IO മെമ്മറി ഭാഗത്ത് 003F അഡ്രസ്സിലാണ് ഈ രജിസ്റ്ററിന്റെ സ്ഥാനം. 8 ബിറ്റ് വിഡ്ത്തിലുള്ള ഈ സ്റ്റാറ്റസ് രജിസ്റ്ററിലെ എല്ലാ ബിറ്റുകളും റീസെറ്റ് അവസ്ഥയിൽ ക്ലിയർ ആയിരിക്കും, അഥവാ 0 ആയിരിക്കും. എന്നാൽ പ്രോഗ്രാം വഴി ഇതിലെ ഓരോ ബിറ്റും റീഡ് ചെയ്യുന്നതിനും റൈറ്റ് ചെയ്യുന്നതിനും സാധിക്കുന്നതാണ്. Status register is meant to indicate the current status of the processor. It is an 8-bit register. The IO address of the status register is 3F, memory address 5F. All the bits of this register is cleared to logic 0 at reset and can be read from or written to by the program. ഈ രജിസ്റ്ററിലെ ഓരോ ബിറ്റും ഓരോ പ്രത്യേക സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള സൂചനകൾ നൽകാൻ ഉദ്ദേശിച്ചുള്ളവയാണ്. ഇവ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ബിറ്റ് 7 global interrupt enable. Setting this bit enable all interrupts. Clearing this disable all interrupt. മൈക്രോകൺട്രോളറിൽ ലഭ്യമായ ഇന്ററപ്റ്റ് സംവിധാനത്തെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയുള്ള ബിറ്റാണിത്. ഈ ബിറ്റ് സെറ്റ് ചെയ്ത അവസ്ഥയിൽ എല്ലാ ഇന്ററപ്റ്റ് സോഴ്സുകളും സജീവവും ബിറ്റ് ക്ലിയർ ചെയ്ത അവസ്ഥയിൽ എല്ലാ ഇന്ററപ്റ്റ് സോഴ്സുകളും നിർജീവവുമായിരിക്കും. നെക്സ്റ്റ്, ബിറ്റ് 6 bit copy storage used with BLD, bit load, and BST bit store instruction for loading and storing bits from one register to another.
BLD, BST എന്നീ ഇൻസ്ട്രക്ഷൻ വഴി ഒരു രജിസ്റ്ററിലെ ഏതെങ്കിലും ഒരു ബിറ്റിനെ മറ്റൊരു രജിസ്റ്ററിലേക്ക് മാറ്റുന്നതിനിടയിൽ ഈ ബിറ്റ് താൽക്കാലികമായി സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു സ്റ്റോറേജ് ലൊക്കേഷൻ ബിറ്റാണ് ബിറ്റ് കോപ്പി സ്റ്റോറേജ്. നെക്സ്റ്റ്, ബിറ്റ് 5 ഹാഫ് ക്യാരി ഫ്ലാഗ് indicates half carry, a carry from D3 to D4 in some arithmetic instruction. അരിത്തമെറ്റിക് ഓപ്പറേഷൻ നടക്കുമ്പോൾ മൂന്നാമത്തെ ഡിജിറ്റിൽ നിന്നും നാലാമത്തെ ഡിജിറ്റിലേക്ക് ക്യാരി ഉണ്ടാകുന്നത് സൂചിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഹാഫ് ക്യാരി ഫ്ലാഗ്. ഹാഫ് ക്യാരി ഉണ്ടാകുമ്പോൾ ഇത് സെറ്റ് ചെയ്യുന്നതായിരിക്കും. അടുത്തത് ബിറ്റ് 4 sign flag. This bit is the exclusive OR between the negative flag N and overflow flag V. സൈൻ ഓപ്പറേഷൻ റിസൾട്ട് മൂല്യത്തിന്റെ സൈൻ സൂചിപ്പിക്കുന്നതാണ് സൈൻ ഫ്ലാഗ്. ഈ രജിസ്റ്ററിലെ തന്നെ നെഗറ്റീവ് ഫ്ലാഗ് വിയും ഓവർഫ്ലോ ഫ്ലാഗ് എന്നും വ്യത്യസ്ത സ്റ്റാറ്റസിൽ വരുമ്പോൾ സൈൻ ഫ്ലാഗ് സെറ്റ് ചെയ്യുകയും അല്ലാത്ത സമയം ക്ലിയർ അവസ്ഥയിലുമായിരിക്കും. അടുത്തത് ബിറ്റ് 3 2's complement overflow flag. This flag is set when the result of a sign number operation is too large, causing the higher order bit to overflow into the sign bit. ഒരു സൈൻ നമ്പർ ഓപ്പറേഷൻ നടക്കുമ്പോൾ റിസൾട്ട് മൂല്യം 7 ബിറ്റിൽ ഒതുങ്ങാത്ത നമ്പറിൽ കൂടുതലാകുമ്പോൾ D6 ഡിജിറ്റിൽ നിന്നും D7 ഡിജിറ്റിലേക്ക് ക്യാരി ഉണ്ടാവുന്ന സമയം ഈ ബിറ്റ് സെറ്റ് ചെയ്യുന്നതായിരിക്കും. നെഗറ്റീവ് ഫ്ലാഗ്. This flag is used to indicate the result of the sign numbers. സൈൻ നമ്പർ ഓപ്പറേഷൻ റിസൾട്ട് മൂല്യം നെഗറ്റീവ് ആകുന്ന അവസ്ഥയിലാണ് ഈ ഫ്ലാഗ് സെറ്റ് ചെയ്യുന്നത്. സൈൻ നമ്പറിന്റെ 7ാമത്തെ ഡിജിറ്റ് 1 ആണെങ്കിൽ ഈ ഫ്ലാഗ് സെറ്റ് ചെയ്യുന്നതായിരിക്കും. നെക്സ്റ്റ്, ബിറ്റ് 1 Z 0 ഫ്ലാഗ്. ദിസ് ഫ്ലാഗ് reflects the result of arithmetic or logic operation. If the result is 0, then Z is equal to 1 or Z is equal to 0. ഒരു അരിത്തമെറ്റിക് അല്ലെങ്കിൽ ലോജിക്കൽ ഓപ്പറേഷൻ നടക്കുമ്പോൾ ഉണ്ടാകുന്ന റിസൾട്ട് 0 ആണെങ്കിൽ ഈ ഫ്ലാഗ് സെറ്റ് ചെയ്യുന്നതായിരിക്കും. നെക്സ്റ്റ്, D7 carry flag. Carry flag indicates a carry in arithmetic or logical operation. This flag is set whenever there is a carry out from D7 bit. അരിത്തമെറ്റിക് ലോജിക്കൽ ഓപ്പറേഷൻ നടക്കുമ്പോൾ D7 ഡിജിറ്റിൽ നിന്നും പുറത്തേക്ക് ക്യാരി ഉണ്ടാവുന്ന അവസ്ഥയിൽ ഈ ബിറ്റ് സെറ്റ് ചെയ്യുന്നതായിരിക്കും. Let us stop this session here and we will see the main points we discussed so far. And we have been discussing on memory structure of Atmega 32. It consists 32 kilobytes of 16 bits on chip flash EEPROM memory for program storage, 2 KB of 8 bits on chip SRAM for data storage, and 1 KB 8 bits EEPROM for permanent data storage, in which flash program memory space is having 2 sections as application sections of 30 KB and bootloader sections of 2 KB. In the data memory, it was having 3 sections as general purpose registers 32 bytes, IO memory 64 bytes, internal SRAM 2048 bytes, and EEPROM is 1 KB, which is used for storing data like device parameters, values of certain variables, and the configuration of the system.
And we also discussed on status register. It's a register to indicate the current status of the processor. It consists of different flags and other bits as global interrupt enable, bit copy storage, half carry flag, sign flag, overflow flag, negative flag and zero flag. ഈ സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത സെഷന് വേണ്ടി കാത്തിരിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. താങ്ക് യു.